ജോജുവിന്റെ ഭാര്യ മിനി ആൻഡ് മക്കൾ ജ്വാല ആൻഡ് ജുവൽ അവരെല്ലാവരുമാണ് ഇപ്പോൾ വേദിയിൽ നിൽക്കുന്നത്. ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ചാണ് മാം ബ്യൂട്ടി കെയർ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഹണി റോസിനെയും ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ലവ്ലി ചേച്ചി, മിനി ചേച്ചി, ബാക്കിയുള്ള എല്ലാ റിസ്പെക്ടഡ് മെമ്പേഴ്സ്, നിങ്ങളെയൊക്കെ ഇവിടെ സെക്കൻഡ് പാർലറാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതിലൊരു എപ്പോഴും ഏറ്റവും നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് പോകുന്നു എന്ന് കാണുന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിന് മാം ബ്യൂട്ടി സലൂണിൻ്റെ സാരഥി ഇവിടെ ഉണ്ട്, ജോലി ചേട്ടൻ, ബാബു ചേട്ടൻ, എല്ലാവരും ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഉണ്ട്. ഒത്തിരി സന്തോഷം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയുന്നു. ആൻഡ് നമ്മുടെ രഞ്ജിനി ചേച്ചി, കഴിഞ്ഞ വർഷം രഞ്ജിനി ചേച്ചി തന്നെയായിരുന്നു, ഇപ്പോഴും അതിലും എനിക്ക് മാമിൻ്റെ ഒരു പ്രത്യേകതയാണോ എന്നറിയില്ല ചേച്ചി. അത് അവിടെ എന്തൊക്കെയോ ചെയ്തിരുന്നു ഇല്ല, എന്താ ട്രീറ്റ്മെന്റ്? അല്ല, ഹണിയാണ് ഗസ്റ്റ് എന്ന് കേട്ടപ്പോൾ ഞാനത് പിടിച്ചു നിൽക്കാൻ നോക്കിയതാ. പക്ഷെ ഒരു കാര്യമല്ലെന്ന് എനിക്കറിയാമോ, അതുകൊണ്ട് ഞാൻ മിണ്ടാതെ സൈഡിൽ പോയി നിന്നോളാം. ഹണി അതൊക്കെ വെറുതെയാണ് ചേച്ചി. ഇപ്പം അതിൽ കഴിഞ്ഞ വർഷം കണ്ടതിൽ മെരട്ട് സുന്ദരിയായിട്ടുണ്ട്. അതും ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് എന്തോ അയ്യോ ഇത് കഴിഞ്ഞ് സൗദിയിലേക്കാണല്ലോ നമ്മൾ ഇനി അടുത്ത സ്ഥാപനം പോകുന്നതാണ്. അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട്. എന്നാലും ഞാൻ ഏകദേശം ഒന്ന് പറയുന്നതേ ഉള്ളൂ. സൗദിയിലേക്കായിരിക്കും. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കേരളം ഉടനീളം ഇവർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി കേരളം വിട്ട് ഇന്ത്യ വിട്ട് വിദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. യൂണിസെക്സ് സലോണാണ്, നമുക്ക് ഹെയർ ട്രീറ്റ്മെന്റ്, സ്പാ, നെയിൽ, എല്ലാം എനിക്ക് അങ്ങനെ എടുത്തെടുത്ത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അത്രയും വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്, ടെക്നീഷ്യൻസ് ആയാലും ഇവിടെ ഓൾറെഡി നിൽക്കുന്നത്. അപ്പം ഇനി എന്തെങ്കിലും വെഡിങ്ങിന് തന്നെ സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി കല്യാണമല്ല, എന്ത് ഫംഗ്ഷനല്ല, എന്തായാലും നിങ്ങളുടെ ഓൾറെഡി ഭയങ്കര സുന്ദരന്മാരും സുന്ദരികളുമാണ് നിങ്ങളെല്ലാവരും. എന്നാലും അതിനൊന്നും കൂടി ഒന്ന് മാറ്റി കൂട്ടി തരും നമ്മുടെ മാം ബ്യൂട്ടി കെയർ. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഏറ്റവും ഒരു നമ്പർ 1. ഒരു വർഷമായി ആദ്യത്തെ സാലോൺ എത്തിയതിൽ അതിന്റെ ഒരു ആഘോഷമുണ്ട്. അത് മാത്രമല്ല, ബാബുജി കുരുവിള ആൻഡ് ജോജു വർഗീസ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്ന അനൗൺസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഹണി പറഞ്ഞത് തന്നെയാണ്. വളരെ വേഗത്തിൽ തന്നെ ഈ വർഷം തന്നെ അല്ലേ അവരുടെ 3ാമത്തെ മാം ബ്യൂട്ടി കെയർ ശാഖ തുടങ്ങാൻ പോവുകയാണ്. അത് എവിടെയാണ് തുടങ്ങുന്നത്? സൗദി. യെസ്, ദമാം സൗദി അറേബ്യയിലേക്കാണ് മാം ബ്യൂട്ടി കെയർ എത്തുന്നത്. നല്ലൊരു കൈഡി കൊടുക്കാം. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷവും കൂടെ കേക്ക് മുറിച്ച മധുരം നമുക്ക് സ്പ്രെഡ് ചെയ്ത് തന്നെ ചെയ്യാം. ഈ ഒരു വേളയിൽ രണ്ടുപേരെ കൂടെ ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. Can I please welcome നമ്മുടെ മാം ബ്യൂട്ടി കെയർ മാനേജർ ബിജു തോമസ്, അതുപോലെ നമ്മുടെ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ശ്രീ ബിൻസ് മാത്യു ആൻഡ് ജോബിനെ ബിൻസ് മാത്യുവിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആൻഡ് ജോബി. ഓക്കെ, സോ ഇനി കേക്ക് കട്ടിങ്ങിലേക്കാണ്. കുറച്ച് ഡുമാൽ മ്യൂസിക് ഒക്കെ ഇട്ട് നമുക്ക് കുറച്ച് സമയം. They wanna say my name, but they holding back. They wanna say they hate, but they know it's cap. I ain't play no games, I just do that's fact. And I don't feel no shame, it's a mood you lack. I go crazy, nah, but I ain't lazy. Track after track, I work on the shit daily. Pass me the jack, right as fuel, got me hazy. About to unpack all these shit I've been chasing. I've got visions in my head, like memories after death. To be a legend instead of something you can forget. I'm living up every breath, I'd rather lead than be led. I'll fill the seats as I spread with every word that I've said.